ഹലോ ഗായ്സ്. അപ്പോൾ രാവിലത്തെ പണിപ്പുര ടാസ്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. രാവിലെ പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു, പണിയായിരുന്നു. അപ്പോൾ ടാസ്കിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ആംഗ്യത്തിലൂടെ ഒരാളിനെ സെലക്ട് ചെയ്യണം. ആംഗ്യത്തിലൂടെ നമ്മുടെ വൈൽഡ് കാർഡ്സ് ഒരാളിനെ സെലക്ട് ചെയ്യണം. അത് ആദ്യം സെലക്ട് ചെയ്തത് നിവിനെ ആയിരുന്നു. പിന്നീട് പേര് നേരത്തെ പണി കിട്ടിയ 2 പേര്, ഒന്ന് ജിസേൽ ഒന്ന് അനിമോൾ, ഈ 2 പേരിൽ നിന്നും ഒരാളെ കൂടി തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അവർ അനിമോളെ തിരഞ്ഞെടുത്തു. എന്താണ് നല്ല ടാസ്ക്? ഇന്ന് ഒരു ദിവസം മുഴുവൻ 2 പേരും നിവിനും അനിമോളും മിണ്ടാതിരിക്കണം. അതാണ് ടാസ്ക്. ഒന്നും സംസാരിക്കാൻ പാടില്ല. ആംഗ്യത്തിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പാടുള്ളൂ. മറ്റുള്ളവരോട് സംവദിക്കുന്നത് ആംഗ്യത്തിലൂടെ മാത്രമേ പാടുള്ളൂ എന്നുള്ളതായിരുന്നു ടാസ്ക്. എന്തായാലും ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ അനിമോളുടെ പാവക്കുട്ടിയും കൊണ്ട്, കാരണം ആരോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ പാവക്കുട്ടിയും കൊണ്ട് ഇറങ്ങി പുറത്തേക്ക് വന്നതും നിവിനും ആയിട്ടാണ് പുറത്തേക്ക് വന്നത്. അപ്പോഴേക്കും അപ്പാനി ശരത്ത് ഓടി പുറകിൽ വന്നിട്ട് ചുമ്മാ ചൊറിയാൻ വേണ്ടിയിട്ടില്ല. എന്താ പറഞ്ഞാൽ ഞാൻ കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല, ആ വാക്ക് പ്രയോഗിക്കുന്നില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. സംസാരിക്കാൻ കഴിയാത്ത അനിമോളുടെ പുറകെ നടന്ന് ഒരു കാര്യമില്ലാതെ ഇങ്ങനെ പൂവാലന്മാർ, പെൺപിള്ളേരെ കണ്ടിട്ടില്ലാത്ത വെറും വായി നോക്കി വെറും ലോക്കൽ പൂവാലന്മാരുണ്ടല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആൺപിള്ളേരൊന്നും ഇല്ല കേട്ടോ. അപ്പം വെറും ലോക്കൽ പൂവാലന്മാർ കാണിക്കുന്ന കണക്ക് ഒരു പെണ്ണിൻ്റെ പുറകെ ഇങ്ങനെ പറഞ്ഞ് നടക്കുവാണ്. എടി ഇവിടെ വാടി കരിപ്പെട്ടി സതീഷിൻ്റെ മോളെ ഒക്കെ വളരെ മോശമായിട്ട്. ഇവൻ വെറും ലോക്കലാണെന്നുള്ളതാണ്, വെറും ലോക്കൽ. ഇങ്ങാണ്ട് കിടന്ന വെറും തറ. ഇവനെന്തോ ഒരു സിനിമയിൽ അഭിനയിച്ച്, അല്ലെങ്കിൽ ഏതോ ഒരു തലയിലെടുത്ത് കൊണ്ടാണ്ട് സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസവും വിവരവും കൾച്ചറും ഇല്ലാത്ത വെറും കച്ചട സാധനം. അവൻ ആ പെണ്ണിൻ്റെ പുറകെ, അനിമോടെ പുറകെ നടന്ന് വെറുതെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. ലാസ്റ്റ് അവൾ ഓരോന്നും ആംഗ്യം കാണിക്കുന്ന, ആണാണെങ്കിൽ നീ പോയി പണി നോക്കട എന്നൊക്കെയുള്ള രീതിയിൽ അവൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ലാസ്റ്റ് അവൾ പറഞ്ഞ് നാറ്റം എടുക്കുന്നു, പോയി കുളിക്കുകയും പല്ലിയൊക്കെ ചെയ്യും. കാരണം ലാസ്റ്റ് പിന്നെ വേറെ മാർഗ്ഗമില്ല ഇവനെ മാറ്റാനായിട്ട്. ഒരാളെന്നാൽ സംസാരിക്കാനായിട്ടില്ല. അതിൽ സംസാരിക്കാത്ത ഒരാളിനെ ഇങ്ങനെ കിടന്ന് വെറുതെ അങ്ങനെ അങ്ങോട്ടും വിടുന്നില്ല ഇങ്ങോട്ടും വിടുന്നില്ല. അവളെ തോണ്ടാൻ പോയിക്കുന്നവരെ പാവയെ തട്ടിയെടുക്കാൻ പോയിക്കുന്നു. അവളെ അങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല. അവിടെ തൊടാൻ പോയിക്കുന്നു, ഇവിടെ തൊടാൻ പോയിക്കുന്നില്ല. മിണ്ടാൻ പാടില്ലല്ലോ. വളരെ മോശമായിട്ട്. ഇല്ല നമ്മുടെ ഈ എന്താ പറയണേ, ഏതെങ്കിലുമൊക്കെ കഞ്ചാവൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൺപിള്ളേരുടെ ഇടയ്ക്കിലൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പെൺകുട്ടികൾ ആരെങ്കിലും അബദ്ധവശാൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ ഉപദ്രവിക്കാൻ ശ്രമിക്കത്തില്ലേ, പെൺപിള്ളേരെ പീഡിപ്പിക്കാൻ ശ്രമിക്കത്തില്ല. അതുപോലെ തന്നെ വേറൊരു തരത്തിലുള്ള ഹരാസ്മെൻറ്റ്. ഇവനെന്തിനാ സോക്കേടാന്നുണ്ട്. ഇവനൊക്കെ ഈ പണ്ടിങ്ങനെ നടന്നവനായിരിക്കും. ഇവൻ്റെയൊക്കെ മുന്നിൽ ഒരു പെൺകുട്ടി അകപ്പെട്ടാലുള്ള അവസ്ഥയാണ്. അവൻ്റെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുത്തില്ലെങ്കിൽ ഒരു പെൺപിള്ളേർക്ക് ഉണ്ടാകുന്ന ദുര്യോഗമാണ് ഞാൻ അവിടെ ഓർത്തത്. ഇതൊരു ഗെയിം ഷോ ആണ്, ഇത് റിയാലിറ്റി ഷോ ആണ്, ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ്. ഒരു പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ കിടന്ന് അവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ജനങ്ങൾക്ക് ഒന്നുമില്ലല്ലോ. അവിടെ മോശക്കാരി ആണെങ്കിൽ പോലും അവരുടെ അവസ്ഥ എന്താവുമെന്നൊന്നും ചിന്തിക്കാതെ എന്താണ് ഈ കാണിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടിച്ച് ലാസ്റ്റ് അവൾ എവിടെ പോയാലും, പിന്നെ നമ്മുടെ അവനുണ്ടല്ലോ നമ്മുടെ നിവിനും കുറേ നല്ല അവൻ പിന്നെ കോമഡിയുടെ ആംഗ്യമൊക്കെ കാണിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് ഒരു കോമഡി കാണിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യം. അപ്പം ലാസ്റ്റ് ഇപ്പം കിച്ചണിൽ നടക്കുമ്പോഴും എല്ലാം ലാസ്റ്റ് അവസാനം ഗതി കെട്ട് നമ്മൾ അനീഷ് ചോദിച്ചു, മിണ്ടാതെ ഒരു പണിഷ്മെൻറ്റ് കൊടുത്ത ഒരു വ്യക്തിയുടെ പുറകിൽ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ചൊറിയുന്നതെന്ന്. അവസാനം ഞാൻ ആലോചിച്ചു, അനീഷ് ഒരുപാട് നേരം നോക്കിക്കൊണ്ടിരിക്കുക. അനീഷിനെ ചോദിക്കണമെന്നുണ്ട്, ചോദിച്ചാൽ എന്താവുമെന്ന് അറിയത്തില്ല. പക്ഷേ അനീഷ് അത് ചോദിച്ചു കേട്ടോ. കാരണം ആരെങ്കിലും ഒരാളത് ചോദിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് അല്ലേ. നമ്മൾ ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും പ്രതികരിക്കുന്നില്ല, ഒരു മനുഷ്യൻ പ്രതികരിക്കുന്നില്ല. എന്നാലും മര്യാദയുണ്ട്, നമുക്കവരെ ചൊറിയാം അവർ മിണ്ടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊരുമാതിരി വളരെ മോശമായിട്ട് കരിപ്പെട്ടി സതീഷിനെ മോളേന്ന് വിളിച്ച് വളരെ മോശമായിട്ട്. അപ്പോൾ ചോദിക്കാൻ ചെന്ന അനീഷിൻ്റെ അടുത്ത് ഇവൻ പറയുകയാണ് പോടാ കൊപ്രയെന്ന്. ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിൽ അനീഷ് ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അനീഷാണ്. ഇത്രയും ഒരു ഇതായിട്ട് പോലും അവൻ കൊപ്ര രാത്രി 10 മണിക്ക് ശേഷം സ്കൂളിൽ നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നിട്ട് അവരെല്ലാവരുടെ ഫാമിലി കൊപ്രയിൽ നിന്ന് അതെടുത്ത് തേങ്ങയിൽ നിന്ന് കൊപ്ര ഇളക്കി അതെടുത്ത് അതെല്ലാം കൊണ്ടുപോയി വിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവനെ വിളിക്കണം കൊപ്രയെന്ന്. ഇവൻ എന്ത് കോമൺ സെൻസാണ് ഈ ഇവനെ എന്താ വിളിക്കേണ്ടത്? വെറും വായി നോക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റും. വെറും ഇല്ല
മാർക്കറ്റിൽ കിടക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ, വിദ്യാഭ്യാസം വിവരം അവർ ജോലി ചെയ്ത് ജീവിക്കുന്ന അവരൊക്കെ ഇതിനെക്കാട്ടിക്ക് എത്രയോ കൂടിയ ആൾക്കാരാണ്. ഇത് കഞ്ചാവ് അടിച്ച് വെറും ലോക്കലായിട്ട് വെറും പിന്നെ ഗുണ്ടകൾ കൂലിത്തല്ലുകാരൊക്കെ പോലെ കഞ്ചാവ് അടിച്ച് കിടന്ന ഏതോ ഒരു ലോക്കൽ വെറും വൃത്തികെട്ടവനായിട്ട് എനിക്ക് ഇവനെ കാണാൻ പറ്റി. ഈ അപ്പാനി ശരത്ത് എന്ന് പറയുന്നതിനെ. ഇവനൊക്കെ നാണമില്ലേ? ഒരു 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 ഷോയിൽ വന്നിരുന്നിട്ട് ഇത്രയും വൃത്തികേട് കാണിക്കാൻ വേണ്ടി ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുന്നു. ഒരുത്തൻ അത് ചോദിച്ചപ്പോൾ അവൻ ഇന്ന് രാവിലെ അവൻ്റെ കുടുംബക്കാർ ചെയ്ത ജോലി പറഞ്ഞപ്പോൾ അവനെ അത് വെച്ചിട്ട് കൊപ്രാന്ന് പറയുന്നത്. നമ്മളിത് പണ്ടത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ആൾക്കാരെ ഇരട്ടപ്പേര് വിളിക്കൂലോ ഓരോരുത്തരെയൊക്കെ, ആ ഒരു അതേ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അത്ര മോശമായിട്ട് ഈ അപ്പാനി ശരത്ത് എന്ന് പറയുന്ന ഇത്രയും വിവരമില്ലാത്ത, ഇത്രയും കൾച്ചർലെസ്സായ, ഇത്രയും ലോക്കലായിട്ടുള്ള ഒരു വ്യക്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഭൂലോക ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മൾ എത്ര ബിഗ് ബോസ് ഷോകളുണ്ട്, എത്ര 1 മുതൽ ബിഗ് ബോസിൻ്റെ ഓരോ ഷോ കാണുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും മോശമായിട്ടുള്ളൊരു വ്യക്തിയെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. വടിയുണ്ടാക്കും, വഴക്കുണ്ടാക്കും, ഓക്കെ, പക്ഷേ ഇതേ കണക്ക് കുറേ എണ്ണത്തിന് ഒരു വിവരവുമില്ലാത്ത, ഒരു പൈസയ്ക്ക് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കുറേ മൊണ്ണ വാഴകളെ കൊണ്ടുവന്ന് ഈ ബിഗ് ബോസ് ഷോയിൽ കൊണ്ടുവന്ന് ഇരുത്തിയെന്നറിയാം. എത്രയോ എൻ്റർടൈനറായിട്ടുള്ള, എത്രയോ പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും സ്കിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ, ഒരു മര്യാദയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇതൊരു എൻ്റർടൈൻ ഷോ ആക്കി മാറ്റാമായിരുന്നു. ഇതൊരുമാതിരി വെറും ലോക്കലായിട്ടുള്ളവന്മാരെ കൊണ്ടുവന്ന് ഇത് ഷോ യഥാർത്ഥത്തിൽ നശിപ്പിച്ച്, ഷോയുടെ ആ ക്രെഡിബിലിറ്റി പിന്നെ നശിപ്പിച്ചു എന്നുള്ളതാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത് കേട്ടോ. വളരെ പുവർ ബിഗ് ബോസ്. ഇതേ കണക്കുള്ള വെറും വിവരമില്ലാത്തവന്മാരെ കൊണ്ടുവന്ന് ബിഗ് ബോസ് വെരി പുവർ.